ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. ഇന്നിപ്പോൾ മുൻ മന്ത്രി പി പ്രസാദ് കൂടി പ്രതികരിച്ചിരിക്കുകയാണ്. CPIM എന്ന പാർട്ടിക്കെതിരെയല്ല CPI നീങ്ങുന്നത്, പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെതിരെയാണ്. ഇന്നലെ D രാജ ആയാലും ഈ പറയുന്ന ഘടകകക്ഷിയെ ഉൾക്കൊള്ളാൻ പിണറായി വിജയൻ തയ്യാറാകണം, CPM തയ്യാറാകണമെന്നുള്ളതല്ല, പിണറായി വിജയൻ തയ്യാറാകണമെന്നാണ് എടുത്തു പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ പി പ്രസാദിന്റെ വാക്കുകളും ആ രൂപത്തിലല്ലേ? ഉറപ്പായും സ്മൃതി, കൃത്യമായി പിണറായി വിജയനെ ഉന്നമിട്ടാണ് CPI നേതാക്കൾ പ്രതികരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ പി പ്രസാദ് MLA അതിരൂക്ഷമായ ഭാഷയിൽ പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിക്കുന്നു. മുന്നണി മര്യാദയിൽ മാതൃകയാകേണ്ടവർ മര്യാദയുടെ ബാലപാഠം മറന്നു എന്നാണ് പി പ്രസാദിന്റെ പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉപനേതാവ് ചർച്ചയ്ക്ക് ആർക്കും ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയില്ല. ചർച്ച തുടരുമെന്നും ഉപനേതാവ് പദവി CPIക്ക് തന്നെ വേണമെന്നും പ്രധാനപ്പെട്ട CPI നേതാവായ പി പ്രസാദ് വ്യക്തമാക്കുകയാണ് റിപ്പോർട്ടർ ടിവിയോട്. പിണറായിയുടെ പ്രതികരണം മുന്നണി മര്യാദയ്ക്ക് ചേരുന്നതല്ല, ഏകപക്ഷീയമായ നിലപാട് CPI അംഗീകരിക്കില്ല, മുന്നണി ഐക്യത്തെ തകർക്കുന്ന പരാമർശമാണ് പറഞ്ഞത്. LDF കൺവീനർ TP രാമകൃഷ്ണനും CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ചർച്ചകൾ തുടരും എന്ന് പറഞ്ഞ ഇടത്താണ് പിണറായി വിജയനെത്തി അഭിപ്രായം പറഞ്ഞത്. ഇത് മുന്നണിയുടെ കെട്ടുറപ്പിന് ഗുണകരമാകില്ല എന്നുകൂടി കൃത്യമായി തന്നെ വളരെ ഷാർപ്പായ പ്രതികരണങ്ങൾ CPI നേതാക്കൾ നടത്തുന്നു. സ്മൃതി പറഞ്ഞത് കൃത്യമാണ്. CPMനെതിരെ കാടടച്ച് വെടിവെക്കുകയോ പാർട്ടിയെ ഒന്നാകെ പ്രതിരോധത്തിലാക്കുകയോ ചെയ്യുകയല്ല, മറിച്ച് പിണറായി വിജയന്റെ തന്റെ ഇടം അത് അംഗീകരിക്കില്ല, താൻ പോരുമ അംഗീകരിക്കില്ല എന്ന് നേതാക്കൾ പറയുകയാണ്. ആ പ്രതികരണം കഴിഞ്ഞ ദിവസം രാമനിലയത്തിൽ തൃശൂർ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എങ്ങനെയാകും ഉപനേതാവ് പദവിയിൽ പ്രശ്നം പരിഹരിക്കുക എന്ന് മാധ്യമപ്രവർത്തകർ പിണറായി വിജയനോട് ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് താൻ സ്പീക്കർക്ക് ഒരു കത്ത് കൊടുക്കണം, കൊടുക്കുന്ന കത്തിൽ CPM നേതാവിന്റെ പേരേ ഉണ്ടാകൂ എന്ന് പിണറായി വിജയൻ നിലപാട് കടുപ്പിക്കുകയായിരുന്നു. ഏതായാലും ഇതിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. CPI നേതാക്കൾ ആകെ തന്നെ പിണറായി വിജയനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. പിണറായി വിജയന് മുന്നണി മര്യാദയുടെ ബാലപാഠം പോലും മറന്നു പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പി പ്രസാദ് ഉയർത്തിയിരിക്കുന്ന പ്രധാന വിമർശനം. ശരി, റോഷിപാലിലേക്ക്. റോഷിപാൽ വിശകലനവുമായുണ്ട്. റോഷിപാൽ, ഇപ്പോൾ CPI തർക്കം അത് ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവിയിലായിരുന്നു, പക്ഷെ അതിലപ്പുറത്തേക്ക് കാര്യങ്ങൾ കടക്കുകയല്ലേ? ഇതിപ്പോൾ നേരത്തെ തന്നെ അതിൽ ഒരു ഒത്തുതീർപ്പിന് CPI തയ്യാറായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് പരസ്യമായി തന്നെ ഇനി ചർച്ചയില്ല, ഞാനാണ് എഴുതി കൊടുക്കുന്നത്, ഞാൻ എഴുതി കൊടുക്കുന്ന പേര് CPM നേതാവിൻ്റെതായിരിക്കും എന്ന് പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ CPI ഉന്നമിടുന്നതും തന്നെയാണ് എന്ന് പിണറായി വിജയന് വളരെ വ്യക്തമാണ്. ഇതിൽ CPMൽ നിന്ന് തന്നെ ചില പിന്തുണകൾ ലഭിക്കുന്നുണ്ട് CPIക്ക് എന്നുള്ള സൂചനകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എവിടെ ചെന്ന് നിൽക്കും? ഏതു ഭാഗത്ത് ആരെടുക്കുന്ന തീരുമാനവും അന്തിമമായാലും ഒരു ഭാഗത്തിന് വലിയ ക്ഷീണമാകും. സ്മൃതി, പ്രതിപക്ഷ ഉപനേതാവ് തർക്കം പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയായി തന്നെ സത്യൻ മൊകേരിയുടെ ലേഖനവും പി പ്രസാദിന്റെ പ്രതികരണവും ഒക്കെ കാണേണ്ടി വരും. കാരണം പിണറായി വിജയൻ പറഞ്ഞതിനോടുള്ള ആ പ്രതികരണം അന്ന് തന്നെ അതിന്റെ അമർഷം ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചതാണ്. പക്ഷെ പിന്നീട് CPM നേതൃത്വം എടുത്ത തീരുമാനം കൂടുതൽ പ്രകോപനം വേണ്ടതില്ല, അതേസമയം തന്നെ ഇനി ഒത്തുതീർപ്പില്ല, അനുനയിപ്പിക്കേണ്ടതില്ല CPI എന്ന നിലപാടിലേക്ക് എത്തി. ഇനി ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാത്രം നടത്തട്ടെ എന്ന തീരുമാനത്തിലേക്കാണ് CPM നേതൃത്വം എത്തിയത്. ഏതായാലും CPM തൽക്കാലത്തേക്ക് മൗനം പാലിക്കുമ്പോഴും വിഷയം കത്തിച്ചു നിർത്താൻ തന്നെയാണ് CPI തീരുമാനം. കാരണം ഇത് മുന്നണി മര്യാദയുടെ ലംഘനമെന്ന നിലപാട് തന്നെയാണ് CPIക്കുള്ളത്. അതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയെ രാഷ്ട്രീയ പക്വതയില്ലായ്മയെന്ന സത്യൻ മുഖേരി തന്നെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതിരൂക്ഷമായ വിമർശനമാണ്. ഈ കാലത്തിനിടയിൽ പിണറായി വിജയനെതിരെ ഇത്രയും രൂക്ഷമായ വിമർശനം CPI നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നോ LDFിലെ ഒരു ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഇത് ഓരോ നേതാക്കൾ ഇറങ്ങി പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന കാഴ്ചയാണ്. ഇത് എവിടെ ചെന്ന് എത്തുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും LDFിലെ നേതാക്കൾക്കില്ല. പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം ജനയുഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി തുറന്നെഴുതുകയാണ് പിണറായി വിജയനെതിരെ മാത്രമാണ് ആ എഴുത്ത്. ഓരോ ഇടങ്ങളിലും എന്താണ് പിണറായി വിജയന് സംഭവിച്ച തെറ്റ്, എന്ത് നിലപാടാണ് പിണറായി വിജയൻ എടുത്തത്, എന്ത് നിലപാടായിരുന്നു ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ചുള്ള തർക്കത്തിൽ പിണറായി വിജയൻ സ്വീകരിക്കേണ്ടിയിരുന്നത് എന്നതടക്കം സത്യൻ മൊകേരി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ CPI നേതാക്കൾ ഇതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ പിണറായി വിജയനെതിരെ വിമർശനം ഉയർത്താൻ സാധ്യതയുണ്ട്. ഇതൊരു തുടക്കം മാത്രമായിരിക്കും. ഒരുപക്ഷെ എത്രയും പെട്ടെന്ന് അനുനയ നീക്കം CPM നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിയിൽ കലാശിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.
കാരണം പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനമില്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരമാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPI നേതൃത്വം. അതേസമയം ഒരു കാരണവശാലും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലേക്ക് CPM എത്തിയിട്ടുണ്ട്.